എഴുതിക്കോളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓൾറെഡി നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പി ടി പീരീഡ് ഉണ്ടെങ്കിൽ ആ പി ടി പീരീഡ് ചിലപ്പോൾ മാത്സ് കയറി വരിക, അല്ലെങ്കിൽ ഫിസിക്സ് കയറി വരിക, അല്ലെങ്കിൽ എന്താ അങ്ങനെ, അതായത് നമുക്ക് ഫ്രീ അവർ കിട്ടുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ടീച്ചർ സബ്ജക്റ്റ് തീരാൻ ഉള്ള ഏതെങ്കിലും ഒരു ടീച്ചർ പെട്ടെന്ന് കയറി വരിക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് റിയാക്ഷനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് കെമിസ്ട്രിയിൽ നടക്കുവാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ഞാൻ പറഞ്ഞു, അതായത് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഇന്ന് പി ടി അവർ ഉണ്ട്, പി ടി അവർ പക്ഷെ മാത്സ് ഒത്തിരി ടോപ്പിക്ക് തീരാനുണ്ട്, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ആ പി ടി അവർ പോകണ്ടെന്ന് പറയും, എന്നിട്ട് മാത്സ് ടീച്ചർ കയറി വന്ന് മാത്സ് പഠിപ്പിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകാറുണ്ട്. അത് കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പം എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ളതിന്റെ ഞാൻ എക്സാമ്പിൾ തരാം. ആ എക്സാമ്പിൾ അതേപോലെ തന്നെ പഠിക്കുക. ഒരെണ്ണേ ഉള്ളൂ എക്സാമ്പിൾ, ആ എക്സാമ്പിൾ അതേപോലെ തന്നെ പഠിക്കുക. പിന്നെ കുറച്ച് തിയറിയും കൂടെ തരാം, അതും കൂടെ ഒന്ന് എഴുതിയെടുത്തു. സാച്ചുറേറ്റഡ് hydrocarbon are fairly unreactive and inert in the presence of most reagents. Saturated hydrocarbons are fairly unreactive and inert in the presence of most reagent. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു വലിയ റിയാക്റ്റീവ് ആണെന്നൊന്നുമല്ല, ഒരു അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ in presence of sunlight, chlorine is added to hydrocarbon in a very fast reaction. അതായത് നമ്മൾ ഹൈഡ്രോകാർബൺ ഏതെങ്കിലും ഒരു എന്താ, ഇപ്പോൾ ആൽക്കെയിൻസ് എടുത്തിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൽക്കെയിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആൽക്കെയിൻസ് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ നടക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് അതിനകത്ത് ആ ക്ലോറിൻ ആഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അതായത് എങ്ങനെയാണുള്ള റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഞാനത് എഴുതി കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. തൽക്കാലം ഈ നോട്ട് എഴുതിയെടുക്കുക. ഇനി എഴുതേണ്ടത് ദ റിയാക്ഷൻ in which one hydrogen atom of hydrocarbon are replaced by some other atoms is called substitution reaction. അതും പറഞ്ഞു തരാം എന്താന്നുള്ള കാര്യം എഴുതിയെടുക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതും കൂടെ എഴുതിയിട്ടു. ഡിസഡ്വാൻറ്റേജ് of substitution reaction is that mixture of different products are obtained and it is difficult to separate ഇത്ര എഴുതിയെടുക്കുക. എന്നിട്ട് ഞാനത് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം, ചെറുതാക്കാം. ഇത്ര
ഓക്കെ, നിങ്ങൾ നോക്കിക്കോണം. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം വേറൊരാൾ വന്ന് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാൻ നോക്കിക്കോളൂ. എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. നമ്മൾ മീഥെയ്ൻ എടുക്കുന്നു. മീഥെയ്ൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചാണ്. മീഥെയ്ൻ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇത് നമ്മൾ ഒരു പാത്രത്തിനകത്ത് മീഥെയ്ൻ എടുക്കുന്നു. എപ്പോഴും ചിന്തിച്ചോണം, ഒരു പാത്രത്തിനകത്ത് മീഥെയ്ൻ എടുക്കുക എന്ന് പറയുമ്പോൾ മീഥെയ്ന്റെ ഒരു മോളിക്കൂൾ മാത്രമല്ല അതിനകത്തുള്ളത്, ലക്ഷക്കണക്കിന് മീഥെയ്ൻ മോളിക്കൂൾ ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, നമ്മൾ അതിനകത്ത് ഒരു മോളിക്കൂളിലും സംഭവിക്കുന്ന റിയാക്ഷൻ മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ആ മീഥെയ്ൻ എടുത്തിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഞാൻ ക്ലോറിൻ മോളിക്കൂൾ ആഡ് ചെയ്യുമ്പോൾ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ രണ്ട് Cl ബോണ്ടഡ് വിത്ത് Cl, ഇതിനെ നമ്മൾ Cl2 ആണ് കേട്ടോ, ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ക്ലോറിനും ഒറ്റ മോളിക്കൂൾ അല്ല, കോടിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ക്ലോറിൻ മോളിക്കൂൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് സൺലൈറ്റിന്റെ പ്രസൻസിൽ, അതായത് ഇത് രണ്ടും, അതായത് മീഥെയ്ൻ ഞാൻ എടുത്തു, മീഥെയ്നകത്ത് കുറച്ച് ക്ലോറിൻ ഒഴിച്ചിട്ട് ഞാൻ നേരെ കൊണ്ട് വെയിലത്ത് വെക്കുക എന്ന് വിചാരിക്കാം. സൺലൈറ്റ് വെക്കുന്നു, സൺലൈറ്റ്. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, ഈ സൺലൈറ്റിന് കോവാലന്റ് ബോണ്ടുകൾ പൊട്ടിക്കാൻ കഴിവ് കൂടുതൽ. അതായത് കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അയണിക് ബോണ്ട്, ഇപ്പൊ Na+ഉം Cl- തമ്മിലുള്ള ബോണ്ട് അയോണിക്കാം. ഇത് പൊട്ടിക്കാൻ സൺലൈറ്റിന് പാടാം. വേറെ എന്താണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ അത് പൊട്ടത്തുള്ളൂ, ഇല്ലേ? അപ്പൊ ഇവിടെ കോവാലന്റ് ബോണ്ട്, ഈ ക്ലോറിൻ മോളിക്കൂളിന് ഇടയ്ക്കുള്ള ബോണ്ടും കോവാലന്റ് ആണ്. ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എല്ലാ ബോണ്ടും എന്താണ്, കോവാലന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ ഏതെങ്കിലും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടും, ഇവിടെ ക്ലോറിൻ ബോണ്ടും പൊട്ടും. അപ്പൊ ഒരു ക്ലോറിൻ ഫ്രീ ആയി, രണ്ട് ക്ലോറിനും ഫ്രീ ആയി, ഒരു ഹൈഡ്രജനും ഫ്രീ ആയി, ബാക്കി CH3 മാറി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു ക്ലോറിൻ നേരെ ഇവിടെ വരികയും ഈ ഹൈഡ്രജൻ നേരെ ഈ ക്ലോറിന്റെ ഭാഗത്ത് പോവുകയും ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാൾ എടുക്കേണ്ട ക്ലാസ് വേറൊരാൾ വന്ന് എടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടോ, ഒരാൾ ഇരിക്കുന്നിടത്ത് വേറൊരാൾ വന്നു, ഹൈഡ്രജൻ ഇരുന്നിടത്ത് ക്ലോറിൻ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ കോമ്പൗണ്ട് വരുന്ന കോമ്പൗണ്ട് നോക്കി, CH3ക്ക് വരാൻ അനക്കമില്ല. CH3യുടെ ഒരു ബോണ്ട് ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ക്ലോറിൻ വന്നു. പ്ലസ് ഇപ്പുറത്ത് എന്താ, HCl. ഓക്കെ ആണല്ലോ. അപ്പൊ ഉദാഹരണം ഒരു കാര്യം ചിന്തിച്ചോണം, ഒരിക്കലും ഇത് ഒറ്റ മോളിക്കൂളിനല്ല ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ 1,00,000 മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ 1,00,000-ലെ 10,000 മോളിക്കൂള്, 10,000 മീഥെയ്ൻ മോളിക്കൂള് 10,000 Cl2 ആയിട്ട് ചേർന്നിട്ട് ഒരു 10,000, ഇവന്റെ പേര് മീഥൈൽ ക്ലോറൈഡ് എന്ന, അല്ലെങ്കിൽ ക്ലോറോ മീഥെയ്ൻ എന്ന് പറയും. ക്ലോറോ മീഥൈൻ എന്നും പറയും, അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡ് എന്നും പറയും. മീഥൈൽ ക്ലോറൈഡ് എന്നും പറയും. ക്ലോറോ മീഥെയ്ൻ ആൻഡ് മീഥൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ, മീഥെയ്ന് ക്ലോറിനുമായിട്ട് ചേർന്നു, എന്താണ് ക്ലോറോ മീഥെയ്ൻ ഉണ്ടാകുന്നു, HCl ഉണ്ടാകുന്നു. ഇപ്പോഴും ആലോചിച്ചോണം, 10 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, 10 ലക്ഷം ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്തുനിന്ന് 1 ലക്ഷം മീഥെയ്ൻ മാത്രം 1 ലക്ഷം ക്ലോറിൻ മോളിക്കൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 1 ലക്ഷം എന്താണ് ക്ലോറോ മീഥെയ്നും 1 ലക്ഷം HCl മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത് എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ 10 ലക്ഷത്തിന്റെ കണക്കൊന്നും എഴുതണ്ട. ഓക്കെ, അപ്പൊ ബാക്കി ഇനി ഇവിടെ എത്ര ഉണ്ട്, ബാക്കി അൺറിയാക്റ്റഡ് ആയിട്ട് ഇവിടെ ഒരു 9 ലക്ഷം മീഥെയ്നും ഇവിടെ ഒരു 9 ലക്ഷം ക്ലോറിൻ മോളിക്കൂളും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുന്ന അറിയാമോ, ഇത് നമ്മൾ സൺലൈറ്റിൽ തന്നെ വെച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പം ആ എടുത്തിരിക്കുന്ന പാത്രത്തിനകത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാനൊരു പാത്രത്തിനകത്ത് എന്തെടുത്തു, മീഥെയ്ൻ എടുത്തു, അതിനകത്ത് ക്ലോറിൻ ഒഴിച്ചു. ആ പാത്രത്തിനകത്ത് തന്നെയാണ് ഇപ്പൊ എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ ക്ലോറോ മീഥെയ്ൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. HCl അതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇപ്പൊ ആ പാത്രത്തിനകത്ത് 2 പേർക്ക് പകരം 4 പേരുണ്ട്, 4 ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന അറിയാമോ, വീണ്ടും നമ്മൾ ഇത് സൺലൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, വീണ്ടും വേണമെങ്കിൽ ഇതിന് റിയാക്ഷൻ സംഭവിക്കാമല്ലോ. അതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. അതിന്റെ കാർബൺ, ഇനിയിപ്പോ അതിന്റെ ക്ലോറിൻ ബോണ്ടൊന്നും പൊട്ടാൻ പോകുന്നില്ല, ക്ലോറിൻ കാർബൺ ബോണ്ട് പൊട്ടുന്നില്ല, പകരം ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഞാനത് വരച്ച് കാണിക്കാം, നോക്കിയോ. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഇതിനകത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ക്ലോറോ മീഥെയ്ൻ ആ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാമല്ലോ. കാരണം ഇത് സൺലൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്, ആ പാത്രത്തിൽ നടക്കുന്ന റിയാക്ഷൻ തന്നെയാണ് കേട്ടോ വീണ്ടും പറയുന്നത്. അപ്പം ബ്രേക്ക് ആവുന്ന ബോണ്ട്, ഇനിയിപ്പോ കാർബണും ക്ലോറും തമ്മിലുള്ള ബോണ്ട് മറ്റേ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ കൂടി അതിന് കുറച്ചുകൂടി ഒരു അയണിക് നേച്ചർ വന്നിട്ടുണ്ട്. കാരണം ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് അതിനൊരു എന്താണ് കുറച്ചുകൂടി അയണിക് നേച്ചർ വരും. അപ്പൊ അതുകൊണ്ട് ഇനി ഈ ബോണ്ട് സൺലൈറ്റ് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല, പകരം ഈ ബോണ്ട് പൊട്ടിക്കാം. ആ ബോണ്ട് പൊട്ടിച്ച് വീണ്ടും ഈ ബോണ്ട് പൊട്ടിക്കുമ്പോൾ ഈ ക്ലോറിൻ ഇവിടെ വരികയും ഹൈഡ്രജൻ ഇവിടെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ
വീണ്ടും നോക്കി ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഓൾറെഡി ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെയും കൂടെ ഒരു ക്ലോറിൻ വന്നു, ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഇരിക്കുന്നു, പ്ലസ് എന്താ HCl ഫോം ചെയ്യും. ഇവിടെ ഡൈക്ലോറോമീഥൈൻ എന്നാണ് ഇതിന്റെ പേര്, ഡൈക്ലോറോമീഥൈൻ എന്നാണ് ഇതിന്റെ പേര്, ഡൈക്ലോറോമീഥൈൻ. ഓക്കെ, അപ്പൊ ഡൈക്ലോറോമീഥൈൻ എന്നാണ് ഇതിന്റെ പേര്. ഡൈക്ലോറോമീഥൈൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇപ്പൊ ഇപ്പൊ ആ പാത്രത്തിനകത്ത് തന്നെയാണ് എല്ലാ കോമ്പൗണ്ടും ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരു പാത്രത്തിനകത്ത് മീഥൈൻ എടുത്തു, അതിനകത്ത് ക്ലോറിൻ ഒഴിച്ചു, സൺലൈറ്റ് കൊണ്ട് വെച്ചു, അപ്പോൾ അതിനകത്ത് ഒരു രണ്ട് എക്സ്ട്രാ പ്രോഡക്റ്റ് ഉണ്ടായി, ക്ലോറോമീഥൈനും എന്താണ് HCl ഉണ്ടായി. ഇനി വീണ്ടും ആ പാത്രം സൺലൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഉണ്ടായ ഞാൻ പറഞ്ഞില്ല 1,00,000 മോളിക്കൂൾ ഉണ്ടായെങ്കിൽ ആ 1,00,000 മോളിക്കൂളിന്റെ ബാക്കിയുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വേണേലും പൊട്ടിയിട്ട് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, അപ്പൊ വീണ്ടും ഇതിനും നോക്കി, ഇനിയും വേണമെങ്കിൽ ഇപ്പൊ ഈ ബോണ്ടും സ്ട്രോങ് ആയി, ഇനിയിപ്പോ അത് പൊട്ടിക്കാൻ പറ്റത്തില്ല, സൺലൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും പൊട്ടാം, ഏതാ ഈ ബോണ്ട് വേണേൽ പൊട്ടാം, അല്ലെങ്കിൽ ഈ ബോണ്ട് വേണേലും പൊട്ടാം. അങ്ങനെ പൊട്ടിയിട്ട് അവിടെയും എന്താണ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിൻ അവിടെയും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരും, നോക്കിയോ, Cl ഡൈക്ലോറോമീഥൈന് വീണ്ടും എന്ത് ചെയ്യുന്നു, അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിൻ മോളിക്കൂളുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഇത് പൊട്ടുന്നു, ഇത് പൊട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ Cl ഇവിടെ H പ്ലസ് എന്താ HCl. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിപ്പം ട്രൈക്ലോറോമീഥൈൻ ആണ്, ട്രൈക്ലോറോമീഥൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയോളൂ, ഇവിടെ ട്രൈക്ലോറോമീഥൈൻ. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇപ്പം ഈ ട്രൈക്ലോറോമീഥൈൻ ഒരു ഹൈഡ്രജനെ കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോറിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം ഇത് ആ പാത്രത്തിനകത്ത് തന്നെയാണ് കിടക്കുന്നത്, സൺലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സിയും എച്ചും തമ്മിലുള്ള ബോണ്ട് വീക്കാ, ആ ബോണ്ടിനെ കൂടെ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിൻ വേണമെങ്കിൽ വീണ്ടും വന്ന് റിയാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ Cl H വീണ്ടും ക്ലോറിനുമായിട്ട് Cl2 റിയാക്ട് ചെയ്യുന്നു. സൺലൈറ്റിന്റെ പ്രസൻസിൽ ആയതുകൊണ്ട് തന്നെ ഈ ബോണ്ട് പൊട്ടും, ഈ ബോണ്ടും പൊട്ടിയിട്ട് നോക്കിയോ, Cl പ്ലസ് എന്താ HCl. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ക്ലോറിൻ ഇവിടെ വന്നു, ഈ ഹൈഡ്രജൻ ഇവിടെ വന്നു, കണ്ടോ, ഇതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ പേര് കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബൺ അല്ലെങ്കിൽ ടെട്രാക്ലോറോമീഥൈൻ എഴുതാം, ടെട്രാക്ലോറോമീഥൈൻ എഴുതാം, അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് എഴുതാം, കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് എഴുതാം. അപ്പം ഇത്രയും എഴുതിപ്പിച്ചെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത്രയും റിയാക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിപ്പിച്ചത്. ഈ റിയാക്ഷൻസ് എല്ലാം ഒന്ന് എഴുതിയെടുത്തോളൂ പെട്ടെന്ന്. പെട്ടെന്ന് എഴുതിക്കോ, ഫാസ്റ്റ് എഴുതാത്തവരെല്ലാം എഴുതിക്കേ. ഇത് മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാമോ, ഇത് ആർക്കെങ്കിലും മനസ്സിലായി? ഇപ്പൊ ലാസ്റ്റ് കയറിയവര് അല്ല, സമയത്ത് കൃത്യം കയറിയവർക്ക്, ആദ്യം മൂലം ഉണ്ടായിരുന്നവർക്ക് ഇതെന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സായി ഓക്കെ ആണോ? സായി ഉണ്ടോ ഇവിടെ? മനസ്സിലായോ? മനസ്സിലായി. ഏബല് അഭിനീത് പറഞ്ഞ രണ്ടുപേരും. ഏബൽ അഭിനീത്, അർഷിത, അർജിത, ആശിഷ്, ഡീൻ, എനോക്ക്, ഐറിൻ, ദേവനന്ദ, പ്രസീദ്. ഓക്കെ സർ. ഓക്കെ,
പവി അല്ല അതായിരുന്നു രോഹിത് ആയിരുന്നോ? മനസ്സിലായോ? രോഹിത്, ദേവജിത്ത്, റിച്ചി, റിജോ. ഓക്കെ, അൽക്കയ്ക്ക് മനസ്സിലായോ? അൽക്ക മനസ്സിലായി സർ. ഓക്കെ, അൻകിത്ത്, ശ്രേയ, അദ്വൈത്, വിഷ്ണു മനസ്സിലായി. ഓക്കെ. ഇത് ഇതേപോലെ തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും, 100% ഉറപ്പാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെ അറിയോ? ഈ CH4 ഇങ്ങനെ തരത്തില്ല, പകരം എന്ത് ചെയ്യും? CH4 ഇങ്ങനെ തരും, Cl2 ഇങ്ങനെ തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, CH3Cl ഉണ്ടാവും പ്ലസ് HCl ഉണ്ടാവും. ഇത് കണ്ടൻസ്ഡ് ആക്കി, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കണ്ടൻസ്ഡ് ആക്കിയും സ്ട്രക്ചേർഡ് ആക്കി മോളിക്കുലാർ ഫോർമുലയിലും നമുക്ക് കൺസേർവ് ചെയ്യാം. ഇനി വീണ്ടും എന്താ, CH3Cl നെ CH3Cl പ്ലസ് Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും CH2Cl2 ഉണ്ടാവും പ്ലസ് HCl ഉണ്ടാവും. വീണ്ടും CH2Cl2 നെ വീണ്ടും Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CHCl3 പ്ലസ് HCl ഉണ്ടാവും. വീണ്ടും CHCl3 നെ Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CCl4 ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ സ്ട്രക്ചേർഡ് ഫോർമുല ഞാൻ മോളിക്കുലാർ ഫോർമുലയുടെ രീതിയിൽ എഴുതിയതാണ്. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ഈ സെയിം തന്നെ. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ റിയാക്ഷൻ തന്നിട്ട് ഇതിനകത്ത് ചോദിക്കും, ഈ ടെട്രാക്ലോറോമീഥേൻ ക്ലോറോമീഥേന്, ഡൈക്ലോറോമീഥേന്, ട്രൈക്ലോറോമീഥേൻ, ടെട്രാക്ലോറോമീഥേന് ഇവരൊക്കെ ലിക്വിഡ് ആണ്, എങ്കിലും ഇവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെന്നല്ലേ? അതിന് കാരണം ഇവർ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവർ അയോൺസ് ഫോം ചെയ്യൂല. അതുകൊണ്ടാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് തരാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അടുത്ത എഴുതിക്കോ, സം ഇമ്പോർട്ടന്റ് കാർബൺ കോമ്പൗണ്ട്സ് എഴുതിക്കോ. Some important carbon compounds. Some important carbon compounds. Some important carbon compounds. Some important carbon compounds. Carbon compounds. ഒന്നാമത്തേത് എഥനോൾ. എഥനോൾ എഥനോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. CH3CH2OH എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ C2H5OH ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതി. ഇത് മോളിക്കുലാർ ഫോർമുലയാണ്, ഇത് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കേട്ടോ. C2H6O അതിന്റെ ടോട്ടൽ കാർബണും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ടോട്ടൽ ആയിട്ട് എഴുതിയിരിക്കാം കേട്ടോ. 2 കാർബൺ, ഹൈഡ്രജൻ 5 1 6 ഉണ്ട്, മനസ്സിലായോ? അപ്പൊ H6O ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ വേണം ചോദിക്കാം കേട്ടോ. അതിപ്പോ 3 രീതിയിൽ ഒന്ന് എഴുതിയിട്ടേ. ഓക്കെ, ഇനി ഇവരുടെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് നമുക്കറിയാം, എഥനോൾ എന്ന് പറയുന്നത് നമ്മുടെ മദ്യം ഇല്ലേ, മദ്യം എന്ന് പറയുന്നത് എഥനോൾ. നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൽക്കഹോൾ ആണ് ഈ എഥനോൾ എന്ന് പറയുന്നത്. എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ തന്നെയാണ്, പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും? തട്ടിപ്പോവും. അപ്പം എഥനോളിന്റെ പ്രോപ്പർട്ടി എന്താന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ഇറ്റ് ഈസ് ലിക്വിഡ് at room temperature. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. അടുത്തത്, it has no effect. It has no effect on any litmus solution. ഇനി അടുത്തത്, ഇതിന്റെ ഓരോ പ്രോപ്പർട്ടിയുടെ അർത്ഥം പറഞ്ഞു തരാം, ഇത് എഴുതിയെടുത്തോ. ഇറ്റ് ഈസ് soluble in water in all proportion. ഇനി പ്യുവർ ഇഥനോൾ, അത് ഇതൊക്കെ പഠിച്ചോണം കേട്ടോ. പ്യുവർ എഥനോൾ is called
absolute alcohol, absolute alcohol, alcohol. അടുത്ത ഡോട്ട് ഇട്ട് 95% to 96% alcohol is called rectified spirit, rectified spirit. ഈ പേരൊക്കെ പഠിച്ചോണം കേട്ടോ. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള കാര്യം ഞാൻ ഇത്ര എഴുതിയതിന്റെ ഒന്ന് പറഞ്ഞുതരാം. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചർ ആണ് റൂം ടെമ്പറേച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മഴ ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചറിനെക്കാളും താഴെയാണ്. അതായത് 25°C ആണ് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചർ. ഇപ്പം കൃത്യം പറയുകയാണെങ്കിൽ ഒരു 21°C ഉള്ളൂ നമ്മുടെ. ഇപ്പൊ മഴയൊക്കെ ഇല്ലയോ. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25°C ആണ്. ആ റൂം ടെമ്പറേച്ചറിൽ ഈ എഥനോൾ ലിക്വിഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ന്യൂട്രൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത് അസിഡിക് ബിഹേവിയറോ ബേസിക് ബിഹേവിയറോ ഒന്നും കാണിക്കത്തില്ല. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ലിറ്റ്മസ് സൊല്യൂഷൻ നമുക്കറിയാലോ. നമ്മൾ ആസിഡ് ബേസ് സോൾട്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്ന ബേസും. പക്ഷെ ഇത് ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ഒഴിച്ചാലും റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഒഴിച്ചാലും എന്താണ് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അതിനർത്ഥം അതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണെന്നുള്ള കാര്യമാണ്. ഇനി വാട്ടറിനകത്ത് അത് കംപ്ലീറ്റ്ലി സോൾബിൾ. അത് നമുക്കറിയാം, മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ വെള്ളം ചേർത്തിട്ടാണ് മദ്യപിക്കുന്നത് ഇല്ലേ. അത് കംപ്ലീറ്റ്ലി സോൾബിൾ. അങ്ങനെ വെള്ളം ചേർത്ത് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മദ്യം ഏതാ വെള്ളം ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത് ഡിസോൾവ് ആയി പോകും. അതേപോലെ പ്യുവർ എഥനോൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിനകത്ത് വെള്ളത്തിന്റെ ഒരു അംശം പോലും കാണത്തില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ പല സിനിമയ്ക്കകത്ത് ഈ എന്താ ഒരു 3 കുടം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു കുഴലിന്ന് ഫ്രാക്ഷൻ ശരിക്കും 3 കലം ഇങ്ങനെ മണ്ടയ്ക്ക് അടുക്കി വെക്കുന്നത് കെമിസ്ട്രിയിലെ ഒരു പ്രോസസ്സാണ്. അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റ് ചെയ്ത് ആ ആവിയാണ് വെള്ളമാക്കിയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒന്നുമില്ല. മനസ്സിലായോ? പ്യുവർ ആയിട്ടുള്ള എന്താണ് മദ്യമാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് പ്യുവർ എഥനോൾ ആണ്. പ്യുവർ എഥനോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു പേരുണ്ട് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് നമ്മുടെ കെമിക്കൽ നെയിം പറയും. ഇനി 95 to 96% ആൽക്കഹോൾ എന്ന് പറയുന്ന അർത്ഥം എന്താ പറയുക, ബാക്കി 5 മുതൽ 4% വരെ അതിനകത്ത് വെള്ളം. ഓക്കെ, അതിനെ നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി എഥനോളുടെ വേറെ പേര് ഈഥൈൽ ആൽക്കഹോൾ എന്നും പറയും. ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ ആ പേരിലും കൂടെ ഒരു പോയിന്റ് എഴുതുകയാണ്. ഈഥൈൽ ആൽക്കഹോൾ which has been made unfit for drinking unfit for drinking purpose by adding small amount of substance small amount of substance like methanol, pyridine, etc. is called denatured spirit. Denatured spirit. Ethyl alcohol which has been made unfit for drinking purpose by adding small amount of substance like methanol, pyridine, etc. is called എന്താണ് denatured spirit എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പെയിന്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാലോ അവിടെ ഒത്തിരി ജോലിക്കാരുണ്ട് ഈ എന്താ പെയിന്റ് ഇൻഡസ്ട്രിയിലൊക്കെ. അപ്പൊ അങ്ങനെ അവരാണല്ലോ ഇതെല്ലാം പെയിന്റിനകത്ത് മിക്സ് ചെയ്തിട്ട് സോൾവെന്റ് ആഡ് ചെയ്തിട്ട് തിക്ക് ആയിട്ടുള്ള ആ പെയിന്റിനെ അലിയിച്ച് കുറച്ചുകൂടെ എന്താണ് സ്മൂത്ത് ആക്കി എടുക്കുന്നത് അവരാണ്. അപ്പൊ ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈഥൈൽ ആൽക്കഹോൾ കുടിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യുന്നു, അതിനകത്ത് അത് അൺഫിറ്റ് ആക്കുന്നു. എന്ത് ആഡ് ചെയ്തിട്ടാണെന്നറിയോ, മെഥനോളോ അല്ലെങ്കിൽ പൈരിഡിനോ പോലെയുള്ള വിഷാംശങ്ങൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വിഷാംശം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കുടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകും, അത്രേ ഉള്ളൂ. പൈരിഡിൻ പക്ക പ്യൂർലി വിഷമാണ് കേട്ടോ. അതും അല്ലെ മെഥനോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ തന്നെ വേറൊരു, അതും നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1/2-3/4 മണിക്കൂർ നമ്മുടെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ തട്ടിപ്പോകും. അപ്പം ഈ മെഥനോളും പൈരിഡിൻ പോലെയുള്ള
സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്യും. എന്തിനാണെന്നറിയോ? മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി. അല്ലെ എന്ത് ചെയ്യും? അതിന്റെ മുതലാളി എന്താ ചെയ്യും? മുതലാളി ഈ കൊണ്ടുവരുന്ന പെയിന്റ് ഇൻഡസ്ട്രിയിൽ സോൾവെന്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഈഥൈൽ ആൽക്കഹോൾ എല്ലാം അവിടെ ജോലിക്കാർ കുടിച്ചു തീർക്കുകയും ചെയ്യും. മുതലാളിയാണെങ്കിൽ എന്ത് ചെയ്യും? മുതലാളിയുടെ കാര്യം അധോഗതിയാവുകയും ചെയ്യും. ഇല്ലേ? അങ്ങനെ അത് അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈഥൈൽ ആൽക്കഹോളിനെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുകയും വേണം. എന്നാൽ അത് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി മെഥനോള്, പൈരിഡിൻ പോലെയുള്ള വിഷാംശങ്ങൾ അതിനകത്ത് കലർത്തിയിട്ട് അത് പെയിന്റിനകത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് പെയിന്റ് ഒക്കെ അവൈലബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി യൂസസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ. യൂസസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ. ഓക്കെ, എഥനോളിന്റെ വേറെ പേരാണ് ഈഥൈൽ ആൽക്കഹോൾ. ഓർത്ത് വെച്ചിട്ട് വേണം ബ്രാക്കറ്റിൽ എഴുതി ഇട്ടേക്കണം, ഈഥൈൽ ആൽക്കഹോൾ. അപ്പൊ അതിനകത്ത് ഒരു ഡോട്ട് ഇട്ട് എഴുതുക, എഥനോൾ ബ്ലെൻഡഡ് petrol is used as a fuel. എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പെട്രോളിന്റെ കൂടെ കുറച്ചുകൂടെ എഥനോളിലൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മൈലേജ് കിട്ടും എന്നുള്ള അത് പഠനം ഉണ്ട് അങ്ങനെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പെട്രോളിന് തന്നെ ഒരു ലിറ്ററിന് 110 രൂപ, എഥനോളിന് ഒരു ലിറ്ററിന് 1000 സംതിങ് മുകളിലാണ്. അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് എക്കണോമിക്കൽ അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ. ഇനി അടുത്തത്, എന്നാൽ ഇത് ഫ്യൂവൽ അല്ല എന്ന് പറയാൻ പറ്റില്ല, അതൊരു എക്സലന്റ് ഫ്യൂവൽ ആണ്. ഇനി ഇതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ഗുഡ് സോൾവെന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ സച്ച് ആസ് ടിഞ്ചർ ഐഡിൻ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. ടിഞ്ചർ ഐഡിനകത്ത് യൂസ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഏതാന്നൊക്കെ പറഞ്ഞ ഒരു മാർക്കിനൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ടിഞ്ചർ അയോഡിൻ, cough syrups and in many tonics. അടുത്ത ഡോട്ട് it is used in the manufacture of paint, perfume, medicines. ഓൾറെഡി നേരത്തെ മെഡിസിൻ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ കൂട്ടത്തിലുള്ള അങ്ങ് എഴുതി പോയതാണ്. ഇനി അതേപോലെ തന്നെ it is used as fuel in spirit lamp. It is used as fuel in spirit lamp. പണ്ട് ഈ മണ്ണെണ്ണ വിളക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലേ, അതിനകത്തെ ഫ്യൂല് മണ്ണെണ്ണ. അതേപോലെ തന്നെ ഈ സ്പിരിറ്റ് ലാമ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, സ്പിരിറ്റ് വെച്ച് കത്തിക്കുന്നത്. അപ്പൊ അതിനകത്തെ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത് എഥനോളാണ്, സ്പിരിറ്റ് ലാമ്പ്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആൽക്കഹോളിക് ഡ്രിങ്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആൽക്കഹോളിക് ഡ്രിങ്ക് like whiskey, wine, beer, etc. അതേപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റിസെപ്റ്റിക്. അതായത് നിങ്ങൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെങ്കിലും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും തമ്മിൽ അടിയുണ്ടാക്കുന്ന സമയത്ത് അറിയാലോ, കൂടുതലും ഈ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തൊക്കെ കൂടുതൽ സ്റ്റണ്ടിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സമയത്ത് കൈ മുറിയ, കാല് മുറിയ, അല്ലെങ്കിൽ കയ്യിൽ വെട്ടേൽക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യും? അവരുടെ മദ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് അവരുടെ കയ്യിൽ ഒഴിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? നായകൻ പോയിട്ട് അങ്ങനെ ചെയ്യും, ഇല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം എന്ന് പറയുന്നത് ഒരു ആന്റിസെപ്റ്റിക് ആണ്. സെപ്റ്റിക് ആകാതിരിക്കും. നമ്മൾ ചീറ്റി എടുക്കുന്ന പോലെ തന്നെയാണ് ഇത് എടുത്ത് അതിന് മണ്ടയിൽ കൊടുക്കുന്നത്. ഭയങ്കര നീറ്റിലായിരിക്കും. അപ്പം അത് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ എഥനോളൊക്കെ നമ്മൾ ഈ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തുമ്പോൾ അതിന് ടൂൾസ് ഉണ്ടാവണമല്ലോ. ആ ടൂൾസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും നമ്മൾ ഈ എഥനോളിനകത്ത് മുക്കി വെക്കും ഓപ്പറേഷന് മുമ്പ്. ഈ ഇതൊക്കെ അപ്പോൾ അതിലുള്ള അണുക്കളെല്ലാം എന്ത് ചെയ്യും? ചത്തുപോകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈഥൈൽ ആൽക്കഹോൾ
is used as an antiseptic antiseptic septic to sterilize wound. ഞാൻ ചെറുതാക്കാം, എഴുതിക്കോളൂ. ഓക്കെ, ഇനി എഴുതിക്കോളൂ. ഹാർംഫുൾ എഫക്റ്റ് ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. ഹാർംഫുൾ എഫക്റ്റ് ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. ഹാർംഫുൾ എഫക്റ്റ് ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ ഡൗൺ ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇറ്റ് സ്ലോസ് ഡൗൺ the activity of the nervous system and brain. Drinking alcohol heavily on a particular occasion leads to ആണ്, leads അല്ല, leads to staggered movement, blurred vision, vomiting. അല്ലേ, ഓവറായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരുടെ അവസ്ഥകളാണ് ഈ പറയുന്നത്. നടക്കാൻ പറ്റാതെ വരും. സ്റ്റാഗേർഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആടി നടക്കുന്നതിനാണ് സ്റ്റാഗേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലഡ് വിഷൻ ആണ്, കാഴ്ച കുറയും, വോമിറ്റിംഗ്. ഇല്ലേ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പലയിടത്തായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. ഇനി അടുത്തത് ഇറ്റ് ലീഡ്സ് ടു അല്ലെ, it makes a man unconscious. Heavy drinking, അടുത്തത് heavy drinking of alcohol over a long period of time can damage the stomach, liver. സർ, ആ മൂന്നാമത്തെ പോയിന്റ് വായിക്കാമോ? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് എ മാൻ അൺകോൺഷ്യസ്. അടുത്തത് ഹെവി ഡ്രിങ്കിങ് ഓഫ് ആൽക്കഹോൾ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ക്യാൻ ഡാമേജ് സ്റ്റൊമക്ക്, ലിവർ, ഹാർട്ട് ആൻഡ് ഈവൻ ബ്രെയിൻ.
അടുത്ത ഹെഡിങ് എഴുതേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. പ്രിപ്പറേഷൻ ഓഫ് ഈ എഥനോളിനെ നമുക്ക് ലാബിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ജനറലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അത് എഴുതിക്കോ. പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. പ്രിപ്പറേഷൻ ഓഫ് എഥനോളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ആദ്യം കുറച്ച് ഗ്ലൂക്കോസ് എടുക്കുന്നത്. ഗ്ലൂക്കോസിന്റെ ഫോർമുല, ഗ്ലൂക്കോസ് അല്ല ഷുഗർ, C12H22O11. ഇത് ഷുഗർ ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര. അതിനെ നമ്മൾ കെമിക്കലി സൂക്രോസ് എന്ന് പറയും. അതിനെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്യുന്നു, നല്ലോണം വെള്ളം ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഒരു ഇൻവേർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഇൻവേർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിൽ ഇത് എന്ത് ചെയ്യുന്നറിയാമോ, ഗ്ലൂക്കോസ് ആയിട്ടും ഫ്രക്ടോസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. അതായത് C6H12O6 ഇത് ഗ്ലൂക്കോസ് ആണ്. ഇനിയും ഫ്രക്ടോസിന്റെയും ഫോർമുല അത് തന്നെയാണ്, C6H12O6 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസും ഗ്ലൂക്കോസും. ഓക്കെ, ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഗ്ലൂക്കോസോ ഫ്രക്ടോസോ എടുത്തിട്ട് C6H12O6 എടുത്തിട്ട് അതിനകത്ത് സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആഡ് ആവും. സൈമേസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ആവും. അപ്പൊ എന്താവും, അപ്പൊ എഥനോൾ ഫോം ചെയ്യുന്നു. C2H5OH എന്ന് പറയുന്ന ഒരു എൻസൈം പ്ലസ് എന്താണ് CO2. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കൊടുക്കണം, ഇവിടെ ഒരു 2 കൊടുക്കണം. ഇതാണ് എഥനോൾ. അപ്പൊ ആദ്യം പഞ്ചസാരക്കകത്ത് കുറച്ച് വെള്ളം എടുക്കുന്നു, വെള്ളം എടുത്ത് ഒഴിക്കുന്നു, എന്നിട്ട് ഇൻവേർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവിടെ ആഡ് ആവുമ്പോൾ അത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസിനെ വീണ്ടും സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ എഥനോൾ ആക്കി മാറ്റുന്നു. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ റിയാക്ഷൻ വന്നിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിക്കും. മനസ്സിലായി? അപ്പൊ അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതാം. ഇനി നമ്മൾ ഈ എഥനോളിനെ വേറെ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതും കൂടെ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. നമുക്ക് ഇനി ഒരു എഥനോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടെ പഠിക്കാനുണ്ട്. അതും ഈ പറഞ്ഞ അതിന്റെ കുറെ പ്രോപ്പർട്ടീസും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും പിന്നെ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പം എഴുതിക്കോളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഥനോൾ. chemical properties of ethanol. അതിൽ ഒന്നാമത്തേത് റിയാക്ഷൻ വിത്ത് സോഡിയം. റിയാക്ഷൻ വിത്ത് സോഡിയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ CH3 എഥനോൾ CH3CH2OH. ഓക്കെ, ഇങ്ങനെയല്ലേ? ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യാം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതേണ്ട, ഈ ബോണ്ട് കട്ടാവും, എന്നിട്ട് ഈ സോഡിയം വന്ന് വേണ്ടി ഇവിടെ വന്ന് ചേരും. അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് നോക്കിക്കോണേ, CH3CH2ONA. സോഡിയം ഇതോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഉണ്ടാകുന്നത്. സോഡിയം കണ്ടോ, ഇതാണ്. അതായത് നമ്മൾ 2 കാർബൺ വരുമ്പോഴത്തേനെ എത്തെന്ന് പറയും, പിന്നെ ഒരു ഓക്സിജൻ വന്ന് എത്തോക്സൈഡ്. കണ്ടോ, അതുകൊണ്ടാണ് അവനെ എതോക്സൈഡ്, സോഡിയം എതോക്സൈഡ് അല്ലെങ്കിൽ ഇതോക്സൈഡ്. പ്ലസ് എന്താ, ഇവിടെ നിന്ന് വിട്ടുപോയ H അത് എന്തായിട്ട് മാറും?
H2 ആയിട്ട് മാറും. അപ്പൊ എന്നോട് ചോദിക്കരുത് അയ്യോ അത് അവിടെ ഒരു H അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നപ്പോൾ H2 എങ്ങനെയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മള് ഒരു മോളിക്കൂളിന്റെ മാത്രം കാര്യമല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ CH3 CH2 OH എന്ന് പറഞ്ഞ ഒരു മോളിക്കൂൾ അല്ല, ലക്ഷക്കണക്കിന് മോളിക്കൂൾ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് സോഡിയം ലക്ഷക്കണക്കിന് മോളിക്കൂൾ ഉണ്ട്. ഇത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് H ഫ്രീ ആവുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും, ചിലപ്പോൾ 2 മോളിക്കൂളിന്റെ H ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും H2 ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ആലോചിക്കുക. അതേപോലെ തന്നെ സോഡിയം മെത്തോക്സൈഡ് നമുക്കിപ്പോ സിംപ്ലി അതായത് CH3OH ഇതിപ്പോ എഥനോൾ ആണ്, ഇതിപ്പോ എഥനോൾ ആണ്. എഥനോൾ ഞാൻ അതിനോട് മെഥനോളിന്റെ റിയാക്ഷൻ ഉണ്ടാകുന്ന തരികയാണ്. മെഥനോളിന്റെ റിയാക്ഷൻ ഉണ്ടാകുന്ന തരികയാണ്. അത് നമ്മുടെ എണ്ണയുമായിട്ട് റിയാക്ട് ചെയ്താലോ അപ്പൊ തന്നെ ഇങ്ങനെ കട്ടായിട്ട് അവൻ 2 CH3ON കണ്ടോ സോഡിയം മെത്തോക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോഡിയം നമുക്കിപ്പോ ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം എഥനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. എന്നിട്ട് മെഥനോളിനെ കൂടി ഇത് ഒരുപോലെ വരുന്നോണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. സോഡിയം മെത്തോക്സൈഡ് പ്ലസ് എന്താ ഈ ഹൈഡ്രജന്റെ അവിടെ മുകളിലോട്ട് ഒരു ആരോ കൂടെ കൊടുത്തേക്കണേ, കാരണം ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ആൽക്കഹോൾ റിയാക്ട് വിത്ത് സോഡിയം ലീഡിംഗ് ടു ഇവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് എ പ്രൊഡക്റ്റ് നെയിം സോഡിയം ആൽക്കോക്സൈഡ് ഈസ് ഫോംഡ്. അത് ജനറലി ആണ് ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത്. ഇത് വരുവാണെങ്കിൽ ഇതോക്സൈഡ് എന്ന് പറയും, ഇത് വരുവാണെങ്കിൽ മിതോക്സൈഡ് എന്ന് പറയും, പ്രൊപ്പ് വരുവാണെങ്കിൽ പ്രൊപ്പോക്സൈഡ് എന്ന് പറയും, അതിൽ ബ്യൂട്ട് വരുവാണെങ്കിൽ ബ്യൂട്ടോക്സൈഡ് എന്ന് പറയും. അവര് ജനറലി പറയുന്ന പേരാണ് ആൽക്കോക്സൈഡ്. ഇത് ആൽക്കോക്സൈഡ് ഫാമിലിയാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഈഥെയിൻ പ്രൊപ്പെയിൻ ബ്യൂട്ടെയിൻ പെന്റെയിൻ ഹെക്സെയിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് ഇതോക്സൈഡ് മെതോക്സൈഡ് പ്രൊപ്പോക്സൈഡ് ബ്യൂട്ടോക്സൈഡ് കണ്ടോ. അപ്പൊ അങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവരെല്ലാം ആൽക്കോക്സൈഡ് ഫാമിലി എന്നാണ് പറയുന്നുണ്ടാവുന്നത്. അത് എഴുതണമെങ്കിൽ എഴുതണം കേട്ടോ. ആൽക്കഹോൾ റിയാക്ട് വിത്ത് ആൽക്കഹോൾ റിയാക്ട് വിത്ത് സോഡിയം leading to the evolution leading to the evolution of hydrogen gas and a product named sodium alcohol is formed. ഇതിന്റെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കിക്കോണം, റിമൂവൽ ഓഫ് വാട്ടർ. നമ്മുടെ ശരീരം വേർക്കുന്നത് ഒരു ഡീഹൈഡ്രേഷൻ, ശരീരത്തിന്റെ വെള്ളം പുറത്തു പോകും. റിമൂവൽ ഓഫ് വാട്ടർ. അപ്പം ആൽക്കഹോളിനകത്ത് നിന്ന് വാട്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO കൊടുക്കും. നമുക്കറിയാം ഇപ്പൊ ആസിഡ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് ആസിഡ് വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്തെ വെള്ളത്തിന്റെ കണ്ടന്റ് ഫുൾ വലിച്ചെടുത്ത് അത് കരിച്ചു കളയുക ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ അത് റിമൂവൽ ഓഫ് വാട്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുമ്പോൾ നടക്കുന്നത്. അപ്പം ഇവിടെ അതേപോലെ തന്നെ ആയിരിക്കും നടക്കുന്നത്. അതൊന്ന് എഴുതാം. ഹീറ്റിംഗ് എഥനോൾ at 443 Kelvin with excess concentrated sulfuric acid. Result in dehydration of ethanol to give ethene. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കുന്നതെന്ന്. നമ്മള് എഥനോളിനെ ഇങ്ങനെ സ്ട്രക്ചേർഡ് ഫോമിൽ എഴുതാൻ പോകും, എന്നാലേ മനസ്സിലാവുള്ളേ. സ്ട്രക്ചേർഡ് ഫോമിൽ എഴുതാൻ പോകും. ഇതിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ആ H2SO4 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റിമൂവൽ ഓഫ് വാട്ടർ സംഭവിക്കും. റിമൂവൽ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നോക്കിയോ, വാട്ടറിനകത്ത്
എച്ചും ഉണ്ട് ഒ എച്ചും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണിലെ ഈ ഒ എച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം, അപ്പുറത്തെ കാർബൺ ആറ്റത്തിനകത്ത് ഇതിനെയും കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഈ എച്ചും ഈ ഒ എച്ചും കൂടെ ചേർത്ത് വാട്ടർ ആവും. അപ്പൊ വാട്ടർ അതിനകത്ത് നമുക്ക് പോകും. ഓക്കെ, ബാക്കി വരുന്നത് നോക്കി, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെയും ഒരു എച്ച് ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ എന്ത് വന്നേ പറ്റത്തുള്ളൂ? ഡബിൾ ബോണ്ട് കണ്ടോ, പ്ലസ് എന്താ, ഇവിടുന്ന് പോയ വാട്ടറിനെ കാണിക്കണം, H2O. ഇത് ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് which removes water, removes water from alcohol. അടുത്തത് മൂന്നാമത്തെ റിയാക്ഷൻ കമ്പഷൻ. അതായത് ആൽക്കഹോളിനെ കത്തിച്ചാൽ എന്ത് സംഭവിക്കും? കമ്പഷൻ. ആൽക്കഹോളിനെ കത്തിച്ചാൽ തീ പിടിക്കും, അത്രേ ഉള്ളൂ, ഇല്ലയോ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മളൊരു ആൽക്കഹോൾ എടുക്കുന്നു, C2H5OH. ഇതിനെ കമ്പഷൻ നടക്കുന്ന ഓക്സിജന്റെ പ്രസൻസിലാന്ന് പറഞ്ഞായിരുന്നു. അതിനെ കത്തിച്ചു, അപ്പൊ എന്ത് സംഭവിക്കും? CO2 ഉണ്ടാവും, H2O ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഈ റിയാക്ഷൻ, സെയിം റിയാക്ഷൻ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കമ്പഷൻ റിയാക്ഷൻ ആണ്, അല്ലേ? ബാലൻസ് ചെയ്യണം. ഇവിടെ ഒരു 3 വരും, ഇവിടെ 3 വരും, 3 വരുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 2 വരുമ്പോൾ ഇവിടെ ഒരു 3 വരും. ആൽക്കഹോളിനെ നമുക്കൊരു ആൽക്കഹോളിനകത്തോട്ട് ജസ്റ്റ് തീപ്പെട്ടി വരച്ചിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കത്തും, ഹീറ്റും ലൈറ്റും ഉണ്ടാവും, അല്ലേ? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും അത് മാറുന്നത്. എന്നിട്ട് എഴുതുക, സിൻസ് ethanol burns with a clean flame, giving a lot of heat. It is used as a fuel. അതായത് എഥനോൾ കത്തിക്കുമ്പോൾ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എഥനോൾ നമ്മൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ കാരണം അത് കത്തിക്കുന്ന സമയത്ത് ലോട്ട് ഓഫ് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഥനോളിന്റെ ഒരു റിയാക്ഷൻ ആണ് അടുത്തത്. നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിയാക്ഷൻ. തന്നെ എഥനോയിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പഠിക്കാനുണ്ട്. സെയിം രണ്ടിടത്തും സെയിം റിയാക്ഷൻ ആണ് പഠിക്കാറുള്ളത്. അപ്പൊ നോക്കിയോ, നാലാമത്തെ റിയാക്ഷൻ എഴുതിക്കോ. റിയാക്ഷൻ ഓഫ് ethanol with ethanoic acid. അവിടെ എന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ എഥനോയിക് ആസിഡ് എടുക്കുന്നു. എഥനോയിക് ആസിഡ് നമ്മൾ CH3COOH ആണ്. അതിനെ എഥനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CH3CH2OH. എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണം. ഇതിനകത്ത് കുറച്ച് H2SO4 ആഡ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് വാട്ടർ റിമൂവ് ആവും. H2SO4 എപ്പോൾ ഒഴിച്ചു അപ്പോൾ വാട്ടർ റിമൂവ് ആവും. വാട്ടർ റിമൂവ് ആവുന്നത് എങ്ങനെ റിമൂവ് ആവുന്നത് നോക്കിക്കോണം. ഇവിടെ നിന്ന് എച്ചും പോവും, ഇവിടെ നിന്ന് OH പോകും. കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. HOH വാട്ടർ. എന്നിട്ട് നേരെ ഈ കാർബൺ നേരെ വന്ന് തിരിഞ്ഞിട്ട് ഈ ഓക്സിജനുമായിട്ട് അങ്ങ് ചേരുക. മനസ്സിലായോ? അപ്പം അത് തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ബാക്കി CH3COO അനക്കണ്ട, അതേപോലെ എഴുതുക
എന്നിട്ട് CH2 നേരെ തിരിഞ്ഞ് ഇവിടെ വന്ന് ചോദിക്കും CH2 CH3 കണ്ടോ. ഇവന്റെ ഈ ആളിന്റെ പേരാണ് എസ്റ്റർ എന്ന് പറയും. എസ്റ്റർ എന്ന് പറയും. ഓക്കെ, എസ്റ്റർ എന്ന് പറയുന്നത് ജനറൽ നെയിം ആണ്. ഇവന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ഈതൈൽ എഥനോയേറ്റ് എന്നാണ്. ഈതൈൽ എഥനോയേറ്റ് എന്നാണ് ഇതിന്റെ പേര്. പ്ലസ് അവിടുന്ന് റിമൂവ് ആയിട്ടുള്ള വാട്ടർ ഇവിടെ കാണിക്കാം. ശരിക്കും ഈ എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് esterification. ഈ എസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. ശരിക്കും നമ്മുടെ വീട്ടില് പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചക്ക മുറിക്കുമ്പോഴോ, ഇപ്പൊ ഈ എന്താണ് പഴുത്ത ചക്ക മുറിക്കുമ്പോഴോ, അല്ലെങ്കിൽ മാങ്ങ പൂളുമ്പോഴോ, അല്ലെങ്കിൽ ഈവൻ ആപ്പിൾ കട്ട് ചെയ്യുമ്പോഴോ, ഈവൻ എന്താണ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ പൊളിക്കുമ്പോഴോ അതിന്റെ സ്മെല്ല് നമ്മളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിനകത്തെല്ലാം എസ്റ്റർ അടങ്ങിയിട്ടുള്ളതാണ്. ഓരോ എസ്റ്ററിനും ഓരോ മണമാണ്. പഴത്തിനകത്ത് എസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ ചക്കയ്ക്കകത്ത് എസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ മാങ്ങയ്ക്കകത്ത് എസ്റ്റർ ഉണ്ട്, ആപ്പിളിനകത്ത് എസ്റ്റർ ഉണ്ട്. ഈ എസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഫ്രൂട്ടി എസൻസ് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാം. അതായത് നിങ്ങളിപ്പോ കുടിക്കുന്ന ഫ്രൂട്ടിയും അതേപോലെ തന്നെ മാസയും അതേപോലെ സ്ലൈസും ഒക്കെ അവർ അവകാശപ്പെടുന്ന ഒറിജിനൽ മാങ്ങയുടെ പൾപ്പിട്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഒരിക്കലും അല്ല. അത് ലാബിൽ നമുക്ക് ഇതേ സെയിം എസ്റ്റർ കണ്ട ഈ റിയാക്ഷൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു എന്താണ് കാർബോക്സിലിക് ആസിഡിനെയും ഏതെങ്കിലും ഒരു ആൽക്കഹോളിനെയും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എസ്റ്റർ ഉണ്ടാവും. ചിലപ്പോൾ പഴത്തിന്റെ ടേസ്റ്റുള്ള എസ്റ്റർ ഉണ്ടാക്കി എടുക്കാം, ചക്കയുടെ ടേസ്റ്റിലുള്ള എസ്റ്റർ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കുടിക്കുന്ന ഈ 7up ഫ്രൂട്ടി ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് പഴുപ്പൊക്കെ കിട്ടിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അത് മാങ്ങയല്ല, അത് മാങ്ങയുടെ ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ലാബിൽ പ്രിപ്പയർ ചെയ്തെടുത്ത എസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ അതിനെ നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഈതൈൽ എഥനോയേറ്റ് എന്നാണ് അതിന്റെ പേര്. അതെങ്ങനെയാണ് നെയിമൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഒരു ക്ലാസ് കൂടെ എടുത്ത് ഈ ചാപ്റ്റർ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ ക്ലാസ് കൂടെ മതി ഈ ചാപ്റ്റർ തീരാനായിട്ട്. അപ്പൊ നാളെയും നിങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച അല്ല, നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് നാളെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ് കാണും. ഇത് തന്നെ എടുത്ത് നാളെ ഈ കെമിസ്ട്രി അങ്ങ് തീർത്തേക്കാമേ, കേട്ടോ? കാണിക്കാലോ. കഴിഞ്ഞവർക്ക് എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാം. Thank you, sir. Thanks, sir.